റിപ്പോർട്ടുകളിലേക്ക് കടക്കുമ്പോൾ വിവാദ ബില്ലുകളിൽ വിശദീകരണം നൽകാൻ മന്ത്രിമാർ ഇന്ന് ഗവർണറെ കാണും. രാത്രി 8:30 രാജ്ഭവനിലാണ് കൂടിക്കാഴ്ച. ബില്ലുകൾ ഒപ്പിടാൻ വിസമ്മതിക്കുന്ന ഗവർണറെ അനുനയിപ്പിക്കുവാനാണ് സർക്കാരിന്റെ നീക്കം. അമൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകുവാനായിട്ട്. അമൽ, നമുക്കറിയാം ഈ വിവാദ ബില്ലുകൾ എന്ന് പറയുമ്പോൾ സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ നീക്കുന്നതടക്കമുള്ള ബില്ലുകളിൽ ഇന്ന് മന്ത്രിമാർ വിശദീകരണം നൽകുവാനാണ് രാജ്ഭവനിലെത്തുന്നത്. എപ്പോഴാണ് കൂടിക്കാഴ്ച? ഏതൊക്കെ മന്ത്രിമാർ ഗവർണറെ കാണുവാൻ രാജ്ഭവനിലെത്തും? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിവാദ ബില്ലുകളിൽ വിശദീകരണം നൽകുന്നതിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് 8:30 4 മന്ത്രിമാർ ഗവർണറെ കാണുന്നത്. നിയമസഭ പാസാക്കിയ 8 ബില്ലുകളിൽ ഗവർണർക്ക് അതൃപ്തിയുണ്ട്. ഇതിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകുവാൻ സാധിക്കും എന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഈ നാല് മന്ത്രിമാർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുക. വ്യവസായ നിയമമന്ത്രി പി രാജീവ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, സഹകരണ മന്ത്രി VN വാസവൻ, ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി എന്നീ മന്ത്രിമാരാണ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ബില്ലുകളിൽ ഒപ്പിടാൻ വിസമ്മതിക്കുന്ന ഗവർണറെ അനുനയിപ്പിക്കുക എന്നത് തന്നെയാണ് ഈ ഒരു കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. അതേസമയം തന്നെ ലോകായുക്തയുടെ അധികാര പരിധിയിൽപ്പെടുന്ന നിയമ ഭേദഗതി എന്നീ ബില്ല്, ഒപ്പം തന്നെ സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്ന സർവകലാശാല നിയമ ഭേദഗതി, VC നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിൽ സർക്കാരിന് മുൻതൂക്കം ലഭിക്കുന്ന വിധത്തിൽ അംഗങ്ങളുടെ എണ്ണം കൂട്ടിയ ഭേദഗതി, ഒപ്പം മിൽമയിലെയും മറ്റ് സംഘങ്ങളിലെയും അഡ്മിനിസ്ട്രേറ്റർമാർക്ക് തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ലഭ്യമാക്കുന്ന ഭേദഗതി എന്നീ ബില്ലുകളിലാണ് ഇപ്പോൾ ഗവർണർക്ക് ഒരു അതൃപ്തിയുള്ളത്. അദ്ദേഹം അതിലാണ് ഒപ്പിടാൻ വേണ്ടി ഒരു വിസമ്മതിച്ചു നിൽക്കുന്നത്. ഈ ഒരു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ കൂടുതൽ അനുനയിപ്പിക്കുക, ഈ ബില്ലുകളിൽ അദ്ദേഹത്തെ കൂടുതൽ അനുനയിപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് മന്ത്രിമാർ ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ നിയമസഭയുടെ അധികാര പരിധി കടന്നുള്ള ബില്ലുകളിൽ ഒപ്പുവയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് തനിക്കുള്ളത് എന്നൊരു വിശദീകരണവും ഗവർണർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ അനുനയിപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്നൊരു വിശ്വാസം തന്നെയാണ് മന്ത്രിമാർക്കുള്ളത്. ഇതിനു മുന്നേ തന്നെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കത്തിന് മറുപടിയായി ഗവർണർ നൽകിയിട്ടുള്ള ഒരു വിശദീകരണം മന്ത്രിമാർ നേരിട്ട് കണ്ട് കൃത്യമായ വിശദീകരണം നൽകുന്നതാണ് കൂടുതൽ ഉചിതം എന്നായിരുന്നു ഈ കത്തിന് ഗവർണർ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ ഇന്ന് രാത്രി 8 കൂടി ഒരു അത്താഴ കൂടിക്കാഴ്ച എന്ന് നമുക്ക് ഈ ഒരു കൂടിക്കാഴ്ചയെ പറയാൻ വേണ്ടി സാധിക്കും. ഇതിനു മുന്നേ തന്നെ ആർ ബിന്ദുവും പി രാജീവും കൊച്ചിയിൽ വെച്ച് ഗവർണറെ കാണുവാനുള്ള ഒരു അനുമതി തേടിയിരുന്നു. എന്നാൽ ആ ഒരു സമയത്ത് കൊച്ചിയിൽ വെച്ച് കാണുവാനുള്ള ബുദ്ധിമുട്ട് ഗവർണർ മുന്നോട്ട് വെച്ചിരുന്നു. കാരണം ഈ ഒരു ബില്ലുകളുമായി ബന്ധപ്പെട്ട ഫയലുകൾ രാജ്ഭവനിലാണ്. അതിനാൽ തന്നെ ഇന്നത്തെ ദിവസത്തേക്ക് ഈ ഒരു കൂടിക്കാഴ്ച മാറ്റിവെക്കാം. ആ ഒരു ബില്ലുകളുമായി ബന്ധപ്പെട്ട വകുപ്പുകളിലെ മന്ത്രിമാരുമായി കൂടുതൽ വിശദമായ ഒരു വിശദീകരണ യോഗം തന്നെ നടത്താം എന്ന ഗവർണറുടെ ഒരു നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് ഇന്ന് ഈ ഒരു കൂടിക്കാഴ്ച നടക്കുക. ഒപ്പം തന്നെ കൃത്യമായ വിശദീകരണം നൽകുവാൻ സാധിക്കുമെന്ന വലിയൊരു പ്രതീക്ഷയും മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ 8 ബില്ലുകളിൽ ഏറെ പ്രധാനമായിട്ടുള്ളത് ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റുന്ന സർവകലാശാല നിയമ ഭേദഗതി ബില്ലാണ്. ആ ബില്ല് പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വിശദീകരണം നൽകി കൃത്യമായി അനുനയിപ്പിക്കുവാനായിട്ട് സാധിക്കുമെന്ന പ്രതീക്ഷ മുന്നോട്ട് വെക്കുമ്പോൾ മറുവശത്ത് ഇത് ഗവർണർ ഈ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുവാനുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ നടത്തിയതാണ്. അതിനുള്ള ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അനുനയ നീക്കം ഒരു വിജയം കാണും, ഈ ഒരു ബില്ലിൽ ഒരു വിജയം കാണുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും തീർച്ചയായും നമുക്ക് വ്യക്തമായ ഒരു കാര്യം പറയാൻ വേണ്ടി സാധിക്കില്ലെങ്കിലും ഈ ഒരു ഗവർണറെ അനുനയിപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് മന്ത്രിമാർക്ക് ഉള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് 4 മന്ത്രിമാർ, അതായത് വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന 4 മന്ത്രിമാർ ഈ ഒരു കൂടിക്കാഴ്ചയുടെ ഭാഗമായി പങ്കെടുക്കുന്നത്. കാരണം ഓരോ വകുപ്പുകളെ കുറിച്ചും അല്ലെങ്കിൽ ഓരോ ബില്ലുകളെ കുറിച്ചും കൃത്യമായ ഒരു വിശദീകരണ യോഗം തന്നെ ആയിരിക്കും ഇന്ന് നടക്കുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ തന്നെയാണ് ആദ്യം മുഖ്യമന്ത്രി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു കത്തയച്ചതിന്റെ ഭാഗമായി അതിന് മറുപടിയായി ഒരു കൃത്യമായ ഒരു വിശദീകരണ യോഗം തന്നെ നടത്തണം എന്ന് ഗവർണർ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതായത് ഓരോ വകുപ്പുകളിലെയും മന്ത്രിമാരെ വിളിച്ചു വരുത്തി ഒരു കൂടിക്കാഴ്ച നടത്തി കൃത്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് ഒരു കൂടിക്കാഴ്ച നടത്താമെന്നൊരു നിർദ്ദേശം ഗവർണർ മുന്നോട്ട് വെച്ചത്. അതായത് കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുക, അതിന്റെ ഭാഗമായി മുന്നോട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന് തന്നെയാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം.
ലക്ഷ്യം. അതേസമയം തന്നെ മന്ത്രിമാർ അവരുടെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി, അത് ഗവർണറുമായി വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കും, ഗവർണറെ അനുനയിപ്പിക്കുവാൻ വേണ്ടി സാധിക്കും എന്ന ഒരു കൃത്യമായ ഒരു ആത്മവിശ്വാസം മന്ത്രിമാർക്ക് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അമലൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടി ഈ ചർച്ചയിൽ അല്ലെങ്കിൽ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ KTU VC നിയമനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നേക്കുമോ? സാധ്യത ഉണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ KTUമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വ്യക്തമാണ്. വിവാദ ബില്ലുകളിൽ വിശദീകരണം നൽകാൻ മന്ത്രിമാർ ഇന്ന് ഗവർണറെ കാണും. രാത്രി 8:30 രാജ്ഭവനിലാണ് കൂടിക്കാഴ്ച. ബില്ലുകൾ ഒപ്പിടാൻ വിസമ്മതിക്കുന്ന ഗവർണറെ അനുനയിപ്പിക്കുവാനാണ് സർക്കാരിന്റെ ശ്രമം. അമലാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.